ഈ നാട്ടിൽ ഉള്ള നല്ല മനുഷ്യന് ശരിക്കും ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ഒരു നല്ല വെളിച്ചെണ്ണ മില്ല് തുടങ്ങി ആളുകൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുക. വെളിച്ചെണ്ണയിൽ അത്രയധികം മായം ചേർത്ത വെളിച്ചെണ്ണകളാണ് ഇന്ന് ഈ നാട്ടിൽ കേരള നാട്ടിൽ ലഭിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അത് വെറും നിസ്സാരമല്ല. പാരഫിൻ വാക്സ് എന്ന് പറയുന്ന കളറുമില്ല, മണവുമില്ല, പ്രത്യേക രുചിയുമില്ലാത്ത സാധനം. ആ കെമിക്കലാണ് ചിലരൊക്കെ ചേർക്കുന്നത്, അല്ലെങ്കിൽ പലരും ചേർക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. എല്ലാവരുമല്ല, ശുദ്ധമായ വെളിച്ചെണ്ണ കൊടുക്കുന്ന ആളുകളുണ്ട്, പക്ഷേ അല്ലാത്തവരും വളരെയുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ഒരു നാട്ടിലൊരു നല്ല മില്ലിട്ടിട്ട് നിങ്ങൾ ആ മില്ലിൻ്റെ പ്രവർത്തനം ആളുകൾക്ക് കാണത്തക്ക രീതിയിൽ തേങ്ങ ഇടുന്നതും ആട്ടുന്നതും ഒരു ഷോറൂം പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തന്നെ ഈ ആട്ടി വരുന്ന എണ്ണയിൽ തന്നെ മുക്കി കൊടുക്കുക. ആളുകൾ കാണട്ടെ സത്യസന്ധമാണെന്ന്. അത് വീഡിയോയിലെടുത്ത് പരസ്യം കൊടുക്കുക. അപ്പോൾ അവിടെ വരുന്നവർക്ക് ഈ ശുദ്ധമായ വെളിച്ചെണ്ണയും കൊടുക്കാം, അല്ലാത്തവർക്ക് ഈ വീഡിയോ കാണുകയും ചെയ്യാം, അവർക്ക് എപ്പോഴെങ്കിലും വന്ന് നോക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു നിങ്ങളുടെ സത്യസന്ധമായി ചെയ്യുകയും ആ സത്യസന്ധത ആളുകളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. കാരണം ഇന്ന് അത്രയധികം മായങ്ങൾ നടക്കുന്നത് കൊണ്ട് ആര് മായം ചേർക്കുന്നു ആര് മായം ചേർക്കുന്നില്ലെന്ന് ആളുകൾ കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ വില, ഈ കുറഞ്ഞ മായം ചേർത്തതും ഏറ്റവും വില കുറഞ്ഞതും മേടിക്കാൻ പല ആളുകളും നിസ്സഹായരാണ്. അവർ സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷേ നിങ്ങളുടെ സാധനത്തിന് നിങ്ങൾക്ക് ന്യായമായ ലാഭം എടുത്ത് തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും അതിനുള്ള ആളുണ്ടായിരിക്കും, അതിനുള്ള ഉപഭോക്താക്കളുണ്ടായിരിക്കും. പറ്റുമെങ്കിൽ നിങ്ങൾ അത് പരമാവധി പാവപ്പെട്ടവർക്ക് വേണ്ടി അല്പം ഇളവിൽ കുറച്ച് റേറ്റ് അല്പം ലാഭം കുറച്ച് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. അപ്പോൾ അത് ഈ നാട്ടിൽ ചെയ്യാൻ കഴിയുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഏറ്റവും ഗുണകരമായ ഒരു ഫാറ്റാണ്, ശരീരത്തിന് ആവശ്യമുള്ളൊരു ഫാറ്റാണ്, ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ്. അത് ദോഷമുള്ള സാധനമല്ല. ഇതൊക്കെ ദുഷ്പ്രചരണങ്ങൾ മുൻകാലത്ത് ധാരാളം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഗുണമുള്ള, ലോകം മുഴുവൻ ഏറ്റവും ഡിമാൻഡുള്ളൊരു സാധനമാണ്. ഇത് നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുത്താൽ, നല്ല വെളിച്ചെണ്ണ കൊടുത്താൽ, അത് ചക്കിലൊന്നും ആട്ടണ്ട, നിങ്ങൾ ഇരുമ്പ് എക്സ്പെല്ലറിൽ ആട്ടിയാൽ മതി. ചക്കെന്ന് പറയുന്നത് മരത്തിൻ്റെ ചക്കയാണ് പണ്ട് ചക്കെന്ന് പറയുന്നത്, അല്ലാതെ ഇരുമ്പിൻ്റെ പാർട്സ് ഉപയോഗിച്ചിട്ട് പുറമേ മരം പിടിപ്പിച്ചിരിക്കുന്ന സാധനമല്ല. അപ്പോൾ മരത്തിൻ്റെ ചക്ക കൊണ്ട് ആട്ടിയിട്ടും പ്രായോഗികമായിട്ട് നമുക്ക് ലാഭകരമായിട്ട് എണ്ണ വിൽക്കാൻ നടക്കുകയില്ല ഈ നാട്ടിൽ. അപ്പോൾ പിന്നെ ആളുകളത് ശരിയായിട്ട് അങ്ങനെ ഉള്ളവരുണ്ടോ എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ പ്രായോഗികമായിട്ട് ലാഭകരമായി നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വേണ്ട, ശരിയായ ശുദ്ധമായ വെളിച്ചെണ്ണ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൊടുത്താൽ അത് ഉപയോഗിക്കുന്നവന് മനസ്സിലാകും. പല ആളുകളും വളരെ അകലെ പോയിട്ടൊക്കെയാണ് ഓരോ മില്ലിൽ നിന്നും വെളിച്ചെണ്ണ വാങ്ങുന്നത്, അറിയാവുന്ന അല്ലേ. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അത് ചെയ്യാൻ നിവൃത്തിയില്ല. അവർ ഏറ്റവും കുറഞ്ഞ എണ്ണ കിട്ടുന്നിടത്തും വഹിക്കും. അത് അവരുടെ കുടലിനെയും അവരുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്നുവെങ്കിൽ എത്രയോ വലിയ പാതകമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാധാരണ ചിലവ് കുറഞ്ഞ ഒരു എക്സ്പെല്ലർ ഇട്ട ഒരു വെളിച്ചെണ്ണ മില്ല് നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. വെളിച്ചെണ്ണയ്ക്ക് എത്രയോ വലിയ ഡിമാൻഡാണ്. ശബരിമല സീസണിലൊക്കെ കേരളത്തിന് വെളിയിൽ നിന്ന് വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്ന സാധനം വെളിച്ചെണ്ണയും മറ്റൊന്ന് അലിവായുമാണ്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും വിൽപ്പന നടത്താൻ സാധിക്കും. പിന്നെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെ വീട്ടിൽ കുറച്ച് സാധനം ഉണ്ടാക്കി തേങ്ങാപ്പാലിൽ നിന്നുണ്ടാക്കുന്നത് പോലെയല്ല, തിളപ്പിച്ചുണ്ടാക്കുന്നതല്ല, ചൂടാക്കാതെ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് കുറച്ചുകൂടെ ചിലവ് കൂടിയ ഒരു പ്രൊജക്റ്റ് കോസ്റ്റ് കൂടിയ ഒരു പദ്ധതിയാണ്. പക്ഷേ അത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിന് അങ്ങനെ ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അത് കുറച്ചുകൂടി ചിലവ് മുടക്കി നിങ്ങൾക്ക് നടത്താൻ കഴിയുമെങ്കിൽ അവരിൽ നിന്ന് ആ സാങ്കേതിക വിദ്യ വാങ്ങി നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് നടപ്പാക്കാം. അത് കൂടുതൽ ഗുണങ്ങളുള്ള ഒന്നാണ്. വെളിച്ചെണ്ണയിൽ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ചൂടാക്കാതെ നടത്തുന്ന ആ സംവിധാനം കൂടുതൽ ഗുണങ്ങൾ വെളിച്ചെണ്ണയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്നാണ്.
അപ്പോൾ അതിൻ്റെ വിലയും കൂടുതലായിരിക്കും, പക്ഷേ അതിനും ആവശ്യക്കാർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വിശ്വസനീയമായ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക. ഒന്ന് വിശ്വാസം വരണമെങ്കിൽ നമ്മൾ ആ ഒരു എൻ്റെ ഉൽപ്പന്നത്തിന് അത് മറ്റുള്ള മനുഷ്യനെ കബളിപ്പിക്കരുത് എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമുക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെയായിരിക്കണം മറ്റവന് കൊടുക്കുന്നത്, അല്ലെ അതിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ കുറഞ്ഞത് കഴിച്ചാലും മറ്റുള്ളവന് ഒരിക്കലും അങ്ങനെ കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു 5 ലക്ഷം രൂപയിൽ താഴെ മുടക്കി ഒരു എക്സ്പെല്ലിറ്റർ ഇടാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇതിനെ തുനിയാതിരുന്നേക്കുക നല്ലത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PMEGP പദ്ധതി പ്രകാരം നിങ്ങൾക്ക് വ്യവസായ വകുപ്പിൽ നിന്ന് വായ്പ കിട്ടും. 90-95% വരെ വായ്പ ബാങ്കിൽ നിന്നുള്ള വായ്പ വ്യവസായ വകുപ്പ് വഴി കിട്ടും. കൂടാതെ നിങ്ങൾക്ക് അതിന് 15 മുതൽ 35% വരെയും അതിൻ്റെ സബ്സിഡിയും കിട്ടാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണത്. ഈ നാട്ടിൽ വളരെ നല്ല വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്, അത് മനുഷ്യന് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നല്ല മനുഷ്യരുണ്ടെങ്കിൽ അത് ചെയ്യുക. പിന്നെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങൾ എഴുതുന്ന ഒരു ഇംഗ്ലീഷിലാണ് ഒരു വെബ്സൈറ്റുണ്ട്, jasonchacko.com. നിങ്ങളതൊന്ന് സന്ദർശിക്കുക, അതിലെ ലേഖനങ്ങൾ വായിക്കുക. ഗോഡ് ബ്ലെസ് യു.